കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കേരള കോൺഗ്രസ് എം നേതാവുമായിരുന്ന കെ.ജെ. മാത്യു കുളക്കാട്ടുവയലിന്റെ അനുസ്മരണം നടന്നു. നിരവധി നേതാക്കൾ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. അനുസ്മരണത്തോടനുബന്ധിച്ച് കൊച്ചുതോവാള സെന്റ് ജോസഫ് ദേവാലയത്തിൽ പ്രത്യേക കുർബാനയും സെമിത്തേരിയിൽ പ്രാർത്ഥനയും നടന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. മുതിർന്ന കേരള കോൺഗ്രസ് എം നേതാവും എം.എൽ.എയുമായിരുന്ന തോമസ് ജോസഫ് അദ്ദേഹത്തെ അനുസ്മരിച്ചു. ഏറ്റവും വലിയ സുഹൃത്തും സ്നേഹിതനും സഹോദരനെ പോലെ പെരുമാറുന്നു. ആദ്യമായി അദ്ദേഹത്തെ കാണുന്ന കിളികളിട്ടൊന്നുമില്ല. അന്ന് കിളികളിക്കുന്ന ഏറ്റവും ആശനായിരുന്നു. കള തട്ടിട്ടുള്ള തോടി നിന്ന് പിന്നെ വന്ന് മരുന്നിനെയും പാപ്പിച്ചായും കണ്ട് അവരൊക്കെ ഈ മണനാടിൻ്റെ പ്രവർത്തകരാണ്. സാവകാശം അവരെ കേരള കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. 42-ാം വയസ്സിൽ കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെയാണ് കെ.ജെ. മാത്യു മരണപ്പെട്ടത്. കട്ടപ്പനയിലെയും പരിസര പ്രദേശങ്ങളിലെയും വൈദ്യുതീകരണത്തിലും നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നതിലും ഏറെ ശ്രമങ്ങൾ നടത്തിയ ആളായിരുന്നു കെ.ജെ. മാത്യുവെന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വിലമതിക്കുന്നതിലും അപ്പുറമായിരുന്നുവെന്നും AICC അംഗം അഡ്വക്കേറ്റ് E.M. അഗസ്തി പറഞ്ഞു. പ്രസിഡന്റിന് വളരെ അത്യുഗ്രഹമായ സേവനം മനസ്സിലാക്കിയ ആളാണ് ശ്രീ കെ.ജെ. മാത്യു കുളക്കാട്ടുവയൽ. ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയി അദ്ദേഹം പ്രവർത്തിക്കുന്ന സമയത്ത് ഞാനും ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. വലിയ സൗഹൃദം, രാഷ്ട്രീയത്തിനതീതമായി വലിയ സൗഹൃദം സൂക്ഷിക്കാൻ കഴിയുന്ന ആളായിരുന്നു. അപ്പം അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായി നിൽക്കുന്ന സമയത്താണ് ആകസ്മികമായി ഒരു അപകടത്തിൽ മരണമടയാണ് ഉണ്ടായത്. അദ്ദേഹം കുറച്ചുകൂടി ജീവിച്ചിരുന്നെങ്കിൽ നാടിന് വളരെ വിലപ്പെട്ട സംഭാവനകൾ ചെയ്യാൻ കഴിയുമായിരുന്നു. അനുസ്മരണ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീറണാക്കുന്നേൽ, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, അഡ്വക്കേറ്റ് മനോജ് തോമസ്, ജിൻസൺ വർക്കി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ്, ടെസിൻ കളപ്പുരയ്ക്കൽ, തോമസ് മൈക്കിൾ, സിബി പാറപ്പായി തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു.